അസ്സലാമു പ്രിയപ്പെട്ട മോമിനിങ്ങളെ, 2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയുടെ മരണം. ഈ ഒരു വാർത്ത എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ്. എന്തെന്നായാലും ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കാറ്. ഈ ഒരു പൊന്നുമോളുടെ മരണവാർത്ത വായിച്ചപ്പോൾ എന്തോ ആ ഒരു കുഞ്ഞിനെ കൊന്നതുപോലെയാണ് അവരുടെ കുടുംബം പറയുന്നത്. ആ കുട്ടിയുടെ പിതാവ് അശ്രദ്ധയും ചികിത്സാ പിഴവും കാരണം പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ട വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, മക്കളെ ശ്രദ്ധിക്കുക. അസുഖം പിടിപെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തുക. ചെറിയ മക്കളായതുകൊണ്ട് തന്നെ അവർക്കറിയുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. രോഗം വഷളാകാതെ നോക്കുക. അത് നമ്മൾ മാതാപിതാക്കളുടെ കടമയാണ്. രോഗം വഷളായി പിന്നെ നമ്മുടെ മക്കളെ രക്ഷിക്കാനാവാതെ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഡോക്ടർമാരെയും ആശുപത്രികളെയും കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചികിത്സാ പിഴവ് കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളൊക്കെ ഒരുപാട് വാർത്തകളിൽ കേട്ടതാണ്. ചില ആശുപത്രികളിൽ ബിസിനസ്സാണ് നടക്കുന്നത്, അതൊക്കെ നമുക്കറിയാം. അത് വേറെ കാര്യം. 2.5 വയസ്സുകാരി ഐഷ മോളുടെ വിഷയമെടുത്ത് നോക്കിയാൽ ഐഷ മോൾക്ക് ശ്വാസം മുട്ടലായിരുന്നു. അതേ തുടർന്നാണ് ആശുപത്രിയിലെത്തുന്നത്. ആശുപത്രിയിലെത്തിയതിന് ശേഷമുള്ള സംഭവം ഐഷ മോളുടെ ഉപ്പ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി പോയി. ശ്വാസം മുട്ടലുമായി ആശുപത്രിയിലെത്തിയ ആ ഒരു കുടുംബത്തിന്റെ, ആ ഒരു മാതാപിതാക്കളുടെ വേദനയിലാണ് നമ്മൾ ഇന്ന് പങ്കുചേരുന്നത്. അരുൺ വാര്യർ എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ OP-യിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്, ആവി എടുക്കണം, വേറെ മരുന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നേരെ ICUയിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ സാധനങ്ങൾ ലിസ്റ്റ് എഴുതുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ഒരു ആവി പിടിച്ച് കുറേ നേരം ആവി പിടിച്ചതിന് ശേഷം മോള് പറഞ്ഞു മോക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു, പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് രണ്ടും വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ആവി മാറ്റുന്നതൊക്കെ മാറ്റി നോർമലായിരിക്കുകയാണ്, കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറി ഇങ്ങനെ കോണിപ്പറ്റി ഇങ്ങനെ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോഴേ ഈ ഉപ്പയുടെ വാക്ക് കേട്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. ചികിത്സാ പിഴവെന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. ഐഷ മോള് അവസാനമായി ഉപ്പയോട് ചോദിച്ചത് കുറച്ച് വെള്ളവും മിഠായിയുമായിരുന്നു. നമ്മളൊക്കെ സാധാരണ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എന്തു രോഗം വന്നാലും ചെറിയൊരു ഉണർച്ച വന്നാൽ അവർ ചോദിക്കുക, ബാപ്പ മിഠായി വാങ്ങിച്ചു തരുമോ എന്ന്. കണ്ണ് തുറക്കാൻ കഴിയുന്നുണ്ടാവില്ല, എന്നാലും അവർ നമ്മളോട് ചോദിക്കും, മിഠായി വാങ്ങിച്ചു തരുമോ ഉപ്പ എന്ന്. ആ ഒരു സമയത്ത് എന്തെന്ന് രോഗമായാലും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ആ ഉപ്പ മിഠായി വാങ്ങിച്ചു കൊടുത്തിരുന്നു. അവസാനമായി ഉപ്പയുടെ കയ്യിൽ നിന്നും കഴിച്ച മിഠായി അതേ ആ കുട്ടിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് 2 കൈയിലും കുത്തിവെപ്പ് നടത്തിയത്രേ. പിന്നെ ആ കുട്ടിയുടെ രൂപമൊക്കെ മാറി ശ്വാസം തീരെ കിട്ടാതാവുകയുമാണ് ഉണ്ടായത്. ഇതിനെ ചൊല്ലിയാണ് ഇവരുടെ കുടുംബം പരാതിയുമായി ചെന്നത്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമൽ ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി ചെന്നത്. ശ്വാസം മുട്ടലിന് ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവെപ്പ് നൽകി. കുത്തിവെപ്പ് നൽകിയ ഉടനെ തന്നെ ആ കുട്ടിയുടെ രൂപമൊക്കെ ആകെ മാറി കുട്ടിയുടെ വായ ഒരു ഭാഗത്ത് കോടിപ്പോവുകയും പിന്നീട് ശ്വാസം കിട്ടാതാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു. പിന്നെ കുട്ടിക്ക് ബോധമുണ്ടായില്ല. ഇത് സംഭവിച്ച ഉടനെ തന്നെ അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ഉടനെ തന്നെ നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തിച്ചു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പരാതിയായി വന്നിരിക്കുന്നത്. ആ കുട്ടിക്ക് കുത്തിവെപ്പ് നൽകുകയും പെട്ടെന്ന് തന്നെ കുട്ടിയുടെ നില അതീവ ഗുരുതരമാവുകയും ചെയ്തു. ഉടനെ തന്നെ അവർ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർ തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളെയോ മാതാപിതാക്കളെയോ ആരെയും ഒപ്പം കൂട്ടാതെ ഇവർ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്ന പരാതി നമ്മൾ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ ആ കുടുംബത്തിൻ്റെ വേദനയിലാണ് പങ്കുചേരുന്നത്. ചികിത്സാ പിഴവും ഡോക്ടർമാരുടെ അശ്രദ്ധയും അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇതവരുടെ കുടുംബം പറയുന്ന ആരോപണമാണ്. കേട്ടപ്പോൾ നമുക്ക് തന്നെ വല്ലാതായി പോവുകയാണ്. കളിച്ചും ചിരിച്ചും നടന്ന നല്ലൊരു മോള്, ആ പൊന്നുമോളോട് ഇവരൊക്കെ എന്താണ് ഈ കാണിച്ചത്? ഇത് ആരുടെ തെറ്റാണ്? ചികിത്സിക്കാൻ വൈകിയതിൻ്റെ തെറ്റാണോ? അതോ ചികിത്സാ പിഴവ് മൂലമുണ്ടായ മരണമാണോ? ബോധം പോയ കുഞ്ഞിനെയും കൊണ്ട് അവിടെയുള്ള ഡോക്ടറും നേഴ്സും കൂടി ഉടനെ മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പേ മരണപ്പെട്ടു എന്നാണ് ഇവരുടെ കുടുംബം ആരോപിക്കുന്നത്. നെയ്യാർ മെഡിസിറ്റിയിൽ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പേ ആ പൊന്നുമോള് മരണത്തിന് കീഴടങ്ങിയിരുന്നത്രേ. ഇത് ആ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് നെയ്യാർ മെഡിസിറ്റിയിലെ അധികൃതർ തന്നെയാണത്രേ. ഒരു ഡോക്ടർ രോഗിയെ രക്ഷിക്കാനേ നോക്കുള്ളൂ.
കൊല്ലാൻ എന്തായാലും ശ്രമിക്കില്ല, അബദ്ധം പറ്റിപ്പോവുകയാണ്. അങ്ങനെയാണ് പല സംഭവങ്ങളും ഇവിടെ നടന്നിരിക്കുന്നത്. അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് അതിപ്പോൾ നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിനാണിവിടെ പോലീസും അന്വേഷണങ്ങളും. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല. ആ ഒരു പേപ്പർസും കാര്യങ്ങളും വന്നാലേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. എന്തെന്നായാലും ആ ഒരു പൊന്നുമോള് നല്ലൊരു മാസം റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വാർത്തയിലൂടെ ആ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കുചേർന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടുപോയ ആ പൊന്നുമോള് പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. മരണം എല്ലാവരുടെ കുടുംബത്തിലും നടക്കുന്നതാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടാലേ നമുക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരുപാട് മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയുന്നതാണ്. മക്കൾ മരണപ്പെട്ട് മാനസിക നില തന്നെ തെറ്റിപ്പോയത്. പടച്ച റബ്ബ് ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഐഷ ഫാത്തിമ എന്ന ആ ഒരു കുഞ്ഞു മോള് നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. നാളെ സ്വർഗത്തിൽ ആ പൊന്നുമോളുടെ കൂടെ ആ മാതാപിതാക്കളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അപകട മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. മാറാ രോഗത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ആ മാതാപിതാക്കളുടെയൊക്കെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. كتبت على الخطا غير أشكو فيه